ഈശംശായി സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എനിക്ക് നൽകുന്ന എല്ലാ സ്നേഹത്തിനും ഒത്തിരി സ്നേഹത്തോടെ ഞാനും നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വായിക്കുന്ന വചനഭാഗം പ്രഭാഷകൻ്റെ ഗ്രന്ഥം 39-ാം അധ്യായമാണ്. വിജ്ഞാനം ലഭിക്കണമെങ്കിൽ ധാരാളം വായിക്കണമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്. പൗരാണിക ഗ്രന്ഥങ്ങളും ദൈവിക നിയമങ്ങളും സ്വായത്തമാക്കണം. താൻ നേടുന്ന അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. ഇതാണ് സിറാക്കിൻ്റെ തത്വം. അതുകൊണ്ടാണല്ലോ വല്യപ്പൻ്റെ രചന വിവർത്തനം ചെയ്ത് അദ്ദേഹം ജനങ്ങൾക്കായി നൽകിയത്. ഇനി നമുക്ക് വചനഭാഗം നോക്കാം. 39-ാം അധ്യായത്തിലെ ആദ്യത്തെ ശീർഷകമേത്? നിയമപണ്ഡിതൻ. ചോദ്യം 2. എല്ലാ പൗരാണിക ജ്ഞാനവും അറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നത് എങ്ങനെ ഉള്ളവനാണ്? അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ. 39:1. 3. അവൻ ആരുടെ വാക്കുകൾ കേൾക്കുകയും വിലമതിക്കുകയും ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രഥിക്കുകയും ചെയ്യും? വിശ്രുതരുടെ. വാക്യം 39:2. 4. ആപ്തവാക്യങ്ങളുടെ ആന്തരാർത്ഥം തേടുകയും ഉപമകളുടെ നിഗൂഢതകളെ സ്വായത്തമാക്കുകയും ചെയ്യുന്നത് ആര്? നിയമപണ്ഡിതൻ. വാക്യം 39:3. 5. വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കുകയും മനുഷ്യരുടെ നന്മതിന്മകൾ വേർതിരിച്ചറിയുകയും ചെയ്യുന്നത് ആര്? നിയമപണ്ഡിതൻ. 39:4. 6. എന്താണ് നിയമപണ്ഡിതൻ തിരിച്ചറിയുന്നത്? മനുഷ്യരുടെ നന്മതിന്മകൾ. 7. സൃഷ്ടാവായ ദൈവത്തെ അന്വേഷിക്കാൻ അതിരാവിലെ താൽപ്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നത് ആര്? അത്യുന്നതൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവൻ. വാക്യം 39:5. 8. ജ്ഞാനി അതിരാവിലെ ഉണർന്ന് എന്ത് ചെയ്യുന്നു? പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു, പാവമോചനം യാചിക്കുന്നു. വാക്യം 39:5. 9. സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ എന്ത് ഒരുവനിൽ നിലനിൽക്കും? ജ്ഞാനത്തിൻ്റെ ചൈതന്യം. വാക്യം 39:6. 10. എങ്ങനെ അവൻ കർത്താവിന് നന്ദി പറയും? വിജ്ഞാന വജസ്സുകൾ പൊഴിഞ്ഞ്. വാക്യം 39:6. 11. ജ്ഞാനിയുടെ ചിന്തയും അറിവും എങ്ങനെയുള്ളതായിരിക്കും? നേരായ മാർഗത്തിൽ ആയിരിക്കും. വാക്യം 39:7. 12. ജ്ഞാനി എങ്ങനെയാണ് തൻ്റെ അറിവ് പ്രകടമാക്കുന്നത്? പ്രബോധനത്തിൽ കൂടി. വാക്യം 39:8. 13. ജ്ഞാനി കർത്താവിൻ്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ എന്ത് ചെയ്യും? അഭിമാനം കൊള്ളും. വാക്യം 39:8. 15. പണ്ഡിതൻ അഥവാ ജ്ഞാനിയുടെ നാമം തലമുറയിലൂടെ നിലനിൽക്കുന്നതിന് കാരണം അവൻ്റെ വിജ്ഞാനം. 39:9. 15. ജനം എന്താണ് പ്രഘോഷിക്കുന്നത്? ജ്ഞാനിയുടെ വിജ്ഞാനം. 39:10. 16. ദീർഘകാലം ജീവിച്ചിരുന്നാൽ പണ്ഡിതൻ്റെ നാമം എങ്ങനെയുള്ളതാവും? ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായ നാമം. വാക്യം 39:11. 17. പ്രഭാഷകൻ 39-ാം അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകമേത്? സൃഷ്ടാവായ ദൈവത്തിന് സ്തുതി. 18. സുചിതമായ കാര്യങ്ങൾ എനിക്ക് ഇനിയും പറയാനുള്ളത്. പൂർണ്ണചന്ദ്രനെ പോലെ ഞാൻ പൂരിതനാണ്. അധ്യായവും വാക്യവും പറയുക. പ്രഭാഷകൻ 39:12. 19. പ്രഭാഷകൻ്റെ വാക്കുകൾ കേട്ട് എങ്ങനെ ആയിരിക്കാൻ എന്നാണ് പുത്രന്മാരോട് ആവശ്യപ്പെടുന്നത്. അരുവിക്കരയിലെ പനിനീർച്ചെടി പോലെ മുട്ടിടുവിൻ. 20. പ്രഭാഷകൻ്റെ പുത്രന്മാരോട് എങ്ങനെ ഇരിപ്പാനാണ് പറയുന്നത്? കുന്തിരിക്കം പോലെ സൗരഭ്യം പരത്തുകയും ലില്ലി പോലെ പൂവണിയുകയും ചെയ്യുക. വാക്യം 39:14. 21. കർത്താവിൻ്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം എന്ത് ചെയ്യുവിനെന്നും ആണ് 39:14 പറയുന്നത്. കർത്താവിനെ വാഴ്ത്തുവിൻ. 22. എങ്ങനെ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവിൻ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. സ്തുതി, ഗാനാലാപം, വീണാനാദം ഇവയാൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. 39:15. 23. കർത്താവിൻ്റെ പ്രവൃത്തികൾ എങ്ങനെ ഉള്ളതാണ്? അത്യുത്തമമാണ്. 39:16. 24. എന്താണ് ആർക്കും ചോദിക്കാൻ സാധിക്കാത്തത് അഥവാ കർത്താവിനോട് ചോദിക്കാൻ പാടില്ലാത്തത്? എന്തുകൊണ്ട്? 25. എന്താണ് ആർക്കും സാധ്യമല്ലാത്തത്? അവിടുത്തെ രക്ഷാകരമായ ശക്തിയെ പരിമിതമാക്കാൻ.
വാക്യം 39:18. 26. കർത്താവിൻ്റെ പ്രവൃത്തികൾ മർത്യൻ്റെ പ്രവൃത്തികൾ അവിടുന്ന് കാണുന്നു, അവിടുത്തെ ദൃഷ്ടിയിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അധ്യായവും വാക്യവും പറയുക. പ്രഭാഷകൻ 39:19. ഡാഷ് മുതൽ ഡാഷ് വരെ അവിടുന്ന് അവരെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഉത്തരം അനാദി മുതൽ അനന്തത വരെ. 28. ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിശ്ചിത ഉപയോഗത്തിനു വേണ്ടി. വാക്യം 39:21. 29. വരണ്ട ഭൂമിയിൽ കർത്താവിൻ്റെ അനുഗ്രഹം എങ്ങനെയാണ്? നദി പോലെ. 39:22. 30. എങ്ങനെയാണ് ജനതകൾ അവിടുത്തെ കോപത്തിന് ഇരയാകുന്നത്? ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ. വാക്യം 39:23. ചോദ്യം 31. ആർക്ക് ആണ് കർത്താവിൻ്റെ മാർഗം ഋജു ആകുന്നത്? വിശുദ്ധർക്ക്. ആർക്കാണ് കർത്താവിൻ്റെ മാർഗം പ്രതിബന്ധങ്ങൾ നിറഞ്ഞതാകുന്നത്? ദുഷ്ടന്മാർക്ക്. വാക്യം 39:24. ചോദ്യം 33. ജലം, അഗ്നി, ഇരുമ്പ്, ഉപ്പ്, ഗോതമ്പ്, പാല്, തേൻ, വീഞ്ഞ്, എണ്ണ, വസ്ത്രം ഇവയെല്ലാം മനുഷ്യന് ജീവിതത്തിൽ എന്താണ്? പ്രാഥമിക ആവശ്യം. 39:26. 24. കർത്താവിൻ തൻ്റെ പ്രതികാരത്തിനായി സൃഷ്ടിച്ചത് എന്താണ്? കോപത്താൽ ആഞ്ഞടിക്കുന്ന കാറ്റ്. ചോദ്യം 35. അഗ്നിയും കൽമഴയും ക്ഷാമവും മഹാമാരിയും എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്? പ്രതികാരത്തിനായി. വാക്യം 39:29. 36. ഹിംസജന്തുക്കൾ, ദംശങ്ങളും തേളുകളും അണലികളും എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്? ദൈവഭയമില്ലാത്തവനെ ശിക്ഷിച്ച് നശിപ്പിക്കാൻ. വാക്യം 39:30. 37. അവിടുത്തെ കൽപ്പനകളിൽ അവ ആഹ്ലാദം കൊള്ളുകയും കർത്തവ്യ നിർവഹണത്തിനു വേണ്ടി ഒരുങ്ങിയിരിക്കുകയും ചെയ്യുന്നത് ആര്? ഹിംസജന്തുക്കൾ. വാക്യം 39:31. ചോദ്യം 38. അനാദി മുതൽ തന്നെ ഇത് എനിക്ക് ബോധ്യപ്പെടാൻ കാരണം ഞാൻ അതേപ്പറ്റി ചിന്തിച്ചു രേഖപ്പെടുത്തി. ആരുടെ കാര്യമാണ് പ്രഭാഷകൻ പറയുന്നത്? പ്രഭാഷകൻ്റെ തന്നെ കാര്യം. 39:39. ചോദ്യം 39. ആരുടെ പ്രവൃത്തികളാണ് ഉത്തമമായത്? കർത്താവിൻ്റെ. 40. ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നന്മയ്ക്കായി. വാക്യം 39:34. 41. കർത്താവിൻ്റെ നാമം എങ്ങനെ വാഴ്ത്തുവിൻ എന്നാണ് പ്രഭാഷകൻ 39:39 പറയുന്നത്? പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതങ്ങൾ ആലപിച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്.